ഹലോ, ലിറ്ററലൻസിൻ്റെ 68ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് റിവ്യൂ പ്രസൻറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് സാദിയാണ്. അപ്പോൾ റിവ്യൂ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാദിയെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. ഞാനിപ്പോ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോജി എന്ന് പറഞ്ഞ ഫിലിമാണ്. ശ്യാം പുഷ്കർ എഴുതി ഗിരീഷ് പോത്തൻ സംവിധാനം ചെയ്ത സിനിമയാണ്. മെയിൻ ആയിട്ട് ഈ സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓവറോൾ ഈ സിനിമയുടെ ഒരു കഥ പറഞ്ഞു പോവാതെ തന്നെ നമുക്ക് എന്താണ് ഇതിൽ വരുന്നത് എന്നുള്ളത് ഇതിൽ ക്രിറ്റിക്കൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു തീമിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത് മാക്ബത്ത് നമുക്കൊരു സിഗ്നിഫിക്കൻസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിന് നമുക്ക് ഈ സിനിമയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഈ സിനിമ വരുന്നത് ഒരു ഏത് ജോണറിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈം ഡ്രാമ വിഭാഗത്തിൽ വരുന്ന സിനിമയാണ് ജോജി എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഒരു മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം ഡ്രാമ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു ഫിലിമിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്യുക ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന വ്യക്തിനെയാണ്. ഇത് അതിൽ നിന്നും മറിച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥാപാത്രത്തെ അതിൽ വരുന്ന കുറ്റവാളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു സിനിമ ത്രൂ ഔട്ട് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ മേക്കിംഗ് മറ്റുള്ള സിനിമയെ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ്. ആ ഒരു കുറ്റവാളിയുടെ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളൊരു കുറ്റം അന്വേഷിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒരു കണ്ണിലൂടെ പോകുമ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ്. ബട്ട് മറിച്ച് ഇങ്ങനെ ഒരു ഇതിൽ കുറ്റവാളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ കാഴ്ചപ്പാടിൽ ആ സിനിമ ത്രൂ ഔട്ട് പോകുമ്പോൾ അത് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ ടാസ്ക് ആയിട്ട് വരുന്നത്. അത് വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് കഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്ര സൃഷ്ടിയിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് പുനച്ചിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൽ അപ്പനായിട്ട് വരുന്നത്. ആ ആളുടെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ബലവാനും അതുപോലെ തന്നെ ആരെ ഒരു പേടിയില്ലാത്ത വ്യക്തിയും. പിന്നെ മക്കളായിട്ടുള്ള ആൾക്ക് 3 മക്കളാണ് വരുന്നത്. ജോമോൻ, ജെയ്സൺ, ദെൻ ജോജി, 3 മക്കൾ വരുന്നുണ്ട്. ആ 3 മക്കളെ ആളുടെ കൺട്രോളിൽ നിർത്തുന്ന ഒരു തരത്തിലുള്ള ക്യാരക്ടറാണ് കുഞ്ഞപ്പന്റെ ക്യാരക്ടറായിട്ട് വരുന്നത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഇതില് പെട്ടെന്ന് കുഞ്ഞപ്പന് വെയ്യാണ്ടാവുന്നത്, സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ടൈമിൽ അതുവരെ ഈ 3 മക്കളുടെ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത മകനായിട്ടുള്ള ജോമോന് അപ്പനെ ഒരു ആരാധനയുടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ അച്ഛന്റെ കൺട്രോളിലാണ്, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയാണെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ട് എല്ലാ കാര്യത്തിനും. രണ്ടാമത്തെ മോനായിട്ടുള്ള ജെയ്സനെ നോക്കുകയാണെങ്കിൽ അച്ഛനെ ഭയങ്കര പേടിയായിട്ട് തനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു വോയിസ് ഉണ്ടെങ്കിലും പറയണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് തുറന്ന് പറയാൻ അച്ഛനെ ഭയന്നിട്ട് അത് പറയാത്ത ഒരു ക്യാരക്ടറാണ്. മൂന്നാമത്തെ ആളായിട്ട് വരുന്നതാണ് ജോജി. ആളാണ് നമ്മളുടെ ഈ ഫിലിമിലെ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ജോജിയാണ്. അപ്പൊ ജോജിയാണ് മെയിൻ ആയിട്ടുള്ള സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. സോ ജോജിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ അച്ഛനെ മാത്രം ഭയന്നാൽ മതി എന്നുണ്ടെങ്കിൽ ജോജിയുടെ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അച്ഛനെ അതുപോലെ തന്നെ സ്വന്തം ആങ്ങളമാരും ഭയക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത് ഒരു അവകാശം ഇല്ലാത്ത ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത മക്കളായിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടെ അച്ഛന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ അല്ലെങ്കിൽ ജോജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോജിക്ക് ആദ്യം എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ ക്യാഷ് മുടക്കിയിട്ട് എഞ്ചിനീയറിംഗ് ചേർത്തെങ്കിലും എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. വീട്ടിലിരിക്കുമ്പോൾ അടുത്തൊരു ഐഡിയ ആയിട്ട് ഫഹദ് ഫാസിൽ വരികയാണ്. സ്വന്തമായിട്ട് ഒരു കുതിരവണ്ടി അല്ലാന്നുണ്ടെങ്കിൽ കുതിരനെ വാങ്ങിക്കണം, അത് കുതിരവണ്ടി അങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് കടക്കണം എന്നുള്ള സ്റ്റെപ്പ് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിന് വേണ്ടിയിട്ട് കാശ് മുടക്കിയിട്ട് ഓക്കെ ചെയ്തോ എന്നുള്ള രീതിക്ക് അച്ഛൻ കുതിരനെ വാങ്ങിച്ചു കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അവിടെയും ഇപ്പോ നമുക്ക് അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കഥാ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. കൊറോണ കാലത്താണ് ഈ സ്റ്റോറി നടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ എന്തായാലും അത് സക്സസ് ആവില്ല. അതോ അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരിക്കലും വർക്കാവാത്ത ഒരു കാര്യമാണത്. എന്നിട്ട് പോലും അച്ഛൻ അത് ചോദ്യം ചെയ്യാതെ അപ്പ ഓക്കെ പറഞ്ഞ് അതിനുള്ള കാശ് അവിടെ കൊടുക്കുന്നുണ്ട്.
അപ്പൊ നമുക്ക് ഇതിൽ ക്രിറ്റിസൈസ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇത് ഒരു അവകാശം ഇല്ലാത്ത മക്കളുടെ എല്ലാവരും ക്യാരക്ടറിൽ അപ്പന്റെ അണ്ടറിൽ അല്ലാന്നുണ്ടെങ്കിൽ അപ്പന്റെ ശിക്ഷണത്തിൽ അപ്പം പറയുന്നത് കേട്ടിട്ട് ഒരു സ്ലേവ് പോലെ കഴിയുന്നതാണ് എന്ന് പറയുമെങ്കിൽ കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം ഇവര് പറയുന്ന ആഗ്രഹത്തിനൊന്നും തടസ്സം നിൽക്കാത്ത ഒരു ഇതാണ്. ഇപ്പോ അതിലൊരു ഇൻസിഡന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവന് അകത്ത് വന്നിട്ട് അപ്പന്റെ റൂമിൽ വന്നിട്ട് പറയുന്നുണ്ട് കുതിരയ്ക്ക് വൈക്കോല് വാങ്ങാൻ വേണ്ടി കുറച്ച് ക്യാഷ് വേണം, അതുപോലെ തന്നെ വണ്ടിയിൽ പെട്രോളും അടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പം പറയുന്നുണ്ട് പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തോളൂ, 2000 രൂപ എടുത്തോന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴും ഒന്നും പറയുന്നില്ല, എന്താണ് അതിന്റെ ആവശ്യം, നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ഇതാക്കിക്കൂടെ എന്നൊന്നും അവിടെ പറയുന്നില്ല, എടുത്തോന്ന് പറയുന്നുണ്ട്. പക്ഷെ എടുക്കാൻ പോകുമ്പോഴും അവിടെ അപ്പൊ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, പോക്കറ്റിൽ 7500 രൂപ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും അവിടെ ഇതാക്കിയാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ഫഹദ് ഫാസിലിനെ പറയാണ്. കാരണം എന്റെ കാശ് മുന്നിൽ മേ ബി അതിൽ നിന്ന് കാശ് പോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 7500 രൂപ പോക്കറ്റിലുണ്ട്, അത് കാരണം അത്ര രൂപ ഉണ്ട് കൂടുതൽ, 2000 എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടുതൽ എടുത്താൽ ഞാൻ അറിയും എന്നുള്ള രീതിക്കുള്ള ഒരു കാര്യം അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഇങ്ങനെ സ്ട്രോക്ക് വന്നിട്ട് അച്ഛൻ അവിടെ വീഴുന്നത്. പിന്നെ ആളൊരു കിടപ്പിലാവുകയാണ്, പാരലൈസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മൂവ് ഓൺ പോയി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ശേഷമാണ് ഫഹദ് ഫാസിൽ ഒന്നുകൂടെ സ്വാതന്ത്ര്യം അവിടെ അനുഭവിക്കാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, ദെൻ അവരുടെ ബന്ധു ഓക്കെ, ഇതിന് നമ്മൾ വിട്ടുപോയ ഒരു ക്യാരക്ടർ ഉണ്ട്, രണ്ടാമത്തെ മകനായിട്ടുള്ള ജെയ്സന്റെ ഭാര്യയാണ് ബിൻസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇപ്പോ ഫഹദ് ഫാസിലിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നെങ്കിൽ ഒന്നിനും ഒരു ധൈര്യം ഇല്ലാത്ത ക്യാരക്ടറാണ്. പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആളെ ഹോണ്ട് ചെയ്യും. അതിൽ തന്നെ ഭയങ്കര ചിന്തായിട്ട് അതിൽ അങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരാളാണ് ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ ഇതിൽ വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ 3 മക്കള് ജോമോൻ, ജെയ്സൺ, ദെൻ ജോജി, ഈ 3 പേര് ക്യാരക്ടർ നന്നായിട്ട് അറിയുന്ന ആളാണ് ഈ ബിൻസി എന്ന് പറഞ്ഞിട്ടുള്ള മരുമകൾ, അഥവാ ജെയ്സന്റെ വൈഫായിട്ട് വരുന്ന ക്യാരക്ടർ. അപ്പൊ ഈ ജോജിയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് തനിക്ക് സ്വന്തമായിട്ട് ഡയറക്റ്റ്ലി അച്ഛനോട് കാര്യം പറയാൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ അപ്പന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെ ചോദിക്കാൻ പറ്റാത്ത ഒരു അവസരത്തില് ആരാണ് ഫഹദ് ഫാസിലിനെ ഓരോന്ന് പറഞ്ഞ്, നമ്മൾ പറയില്ലേ മൂർച്ച കയറ്റി എരി കയറ്റുക, അങ്ങനെ പോയിട്ട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷം കുത്തി വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ആളുടെ കാര്യം ഫഹദ് ഫാസിലൂടെ നേടുന്ന ഒരു ക്യാരക്ടർ അവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക്. ജോജിയിൽ ബിൻസിയുടെ ക്യാരക്ടർ അങ്ങനെ വരുന്നതാണ്. അപ്പൊ അച്ഛന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിൽ ഇവന് കുതിരനെ, ഇവനക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കുതിരനെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കെട്ടണം അല്ലെങ്കിൽ അവിടെ ഇതാക്കണം എന്നുള്ളത്. സോ അച്ഛനെ ഭയന്നിട്ട് ചെയ്യാതെ നിന്നിരുന്ന ഒരു പോയിന്റിലാണ് ബിൻസി പറയുന്നത്, അച്ഛൻ ഒന്നും പറയാനില്ല, ഹോസ്പിറ്റലിലാണ്. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ബിൻസി പറയുന്നുണ്ട്, നിന്റെ കൂടെ വീടല്ലേ, നിനക്ക് അവിടെ കൊണ്ടുവന്ന് കെട്ടിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫാമിലി റിലേറ്റീവിനെ ആളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് അവര് പറയുന്നുണ്ട് കോടീശ്വര എന്ന് വിളിക്കുന്നുണ്ട്. അച്ഛൻ പോയി, അച്ഛന്റെ സ്വത്തൊക്കെ മക്കൾക്കാണ്, അപ്പൊ കോടീശ്വര എന്നുള്ള വിളിയുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ മൈൻഡിലേക്ക്, ജോജിയുടെ മൈൻഡിലേക്ക് വരുന്നതോട് കൂടി ജോജി ഒന്നുകൂടെ ഇങ്ങനെ അധികാരം കിട്ടിയ പോലെ ആവുന്നുണ്ട്. ഓക്കെ, ഇനി അച്ഛനില്ല, ഇനി എല്ലാതും എനിക്കാണ്, എനിക്ക് ഇവിടെ ഫുൾ കൺട്രോൾ ആയി എന്നുള്ള ഒരു രീതിക്കാണ് പിന്നെ ജോജി വരുന്നത്. ഭയങ്കര അതിൻ്റെ ഉള്ള ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഫിലിമിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് അപ്പന് ഒന്നുകൂടെ റിക്കവർ ആവും. അതുവരെ കെടുപ്പായിരിക്കും, പിന്നെ ആള് വീൽ ചെയറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഓരോന്ന് അങ്ങനെ ഓക്കെ ആവുകയാണ്, അച്ഛൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോഴാണ് ഫഹദ് ഫാസിൽ വീണ്ടും ഇക്കാര്യം ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അച്ഛൻ ഏതായാലും ഇനി കുറച്ച് സെന്റിമെന്റൽ അപ്രോച്ച് ആണ് അവിടെ വരുന്നത്. എനിക്ക് അപ്പം പറയുന്ന പോലെ ഒരു മകനാവാൻ സാധിച്ചിട്ടില്ല, അപ്പന്റെ ഒരു ഇതിക്ക് എനിക്ക് വളരാൻ പറ്റിയിട്ടില്ല, അങ്ങനെ. പക്ഷെ അത് അവിടെ ആക്ട് ചെയ്യാണ്, ഒരു ഇമോഷണലി ആൾക്ക് മനസ്സിൽ ടച്ച് ആയിട്ടുള്ള വാക്കുകളല്ല. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അച്ഛന്റെ മറുപടി എന്തായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി ഇനി അധികം ഉണ്ടാവില്ല, ഏതായാലും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി എന്തിനാണ് ഈ സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ ഇതായിട്ട് പോവില്ലല്ലോ, ഞങ്ങൾക്ക് തന്നൂടെ എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോ അച്ഛൻ അഥവാ ജോജിയുടെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ട് അവിടെ ഫഹദ് ഫാസിൽ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻക്ക് അതും കൂടെ ആയപ്പോ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുകയാണ്. അതുവരെ കോടീശ്വര എന്നുള്ള വീടും കാര്യങ്ങളും എല്ലാതും തനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അത് നടക്കാതെ വന്നപ്പോ ഡയറക്റ്റ്ലി ഈ കാര്യം അച്ഛന്റെ അടുത്ത് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കുമ്പോഴും അച്ഛന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും കിട്ടുന്നില്ല.
അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഫാദർ ഫാസ്റ്റിൽ തീരുമാനിക്കുകയാണ് സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛന് ഭയങ്കര ആരോഗ്യമുള്ള ആളാണ്, ഇപ്പോഴും കെടുപ്പായിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ചെക്ക് അച്ഛനാണ് ഒപ്പിടുന്നത്. ഒരു കൈ അപ്പോഴും പാരലൈസ് ആകുമ്പോഴും മറ്റേ കൈ ചെറിയ സപ്പോർട്ട് കൊണ്ട് ആള് ചെക്കുകൾ സൈൻ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോഴും കാശ് കുറച്ച് മക്കളെ ഇതിലേക്ക് ഇതാക്കിയാൽ മതി, അങ്ങനെ വരുമ്പോ അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലും തന്റെ അധികാരം, പവർ അല്ലെങ്കിൽ തന്റെ ഈ ഒരു ഫിനാൻഷ്യൽ സംഭവം ഒന്നും മക്കൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പൊ ഈ കൊല്ലുന്ന കാര്യം വേറൊരാൾ അറിയുകയും ചെയ്യരുത്, അതുപോലെ തന്നെ അച്ഛൻ മരിക്കുകയും വേണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഫാദർ ഫാസ്റ്റിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പൊ ഈ ഡ്രഗ്സ്, അച്ഛൻ ഓൾറെഡി മരുന്ന് കഴിക്കുന്ന ആളാണ്, അപ്പൊ അതിനെ മാറ്റി വെച്ചിട്ട് ഡ്രഗ്സ് അതിന്റെ പകരം മരിക്കാൻ വേണ്ടി സ്ലോ പോയിസൺ ആയിട്ട് ഒറ്റയടിക്ക് കൊല്ലില്ല, ഈ ഡ്രഗ്സ് മാറ്റി വെച്ച് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ശരീരത്തേക്ക് ഇത് കൊടുത്തിട്ട് അങ്ങനെ കൊല്ലാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പിന്നെ കുറെ സെർച്ചിന് ശേഷം ആ സെയിം കളറ് അല്ലെങ്കിൽ സെയിം ഒരു സെയിം ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള മെഡിസിൻസ്, ഡ്രഗ്സ് മാറ്റിയിട്ട് ഫസ്റ്റിൽ ഫുൾ ആയിട്ട് മാറ്റി ഇങ്ങനെ കുറേശ്ശെ കൊടുത്തിട്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീണ്ട കാത്തിരിപ്പാണ്. പെട്ടെന്നല്ല, സ്ലോ പോയിസൺ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ കുറെ ഇങ്ങനെ ജോജി കുറെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്തിട്ട് അവസാനം അച്ഛൻ മരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ബിൻസി ഒരിക്കൽ ഡ്രഗ്സ് മാറ്റി വെക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ബിൻസിയുടെ കൂടെ ആവശ്യമാണ് അച്ഛൻ മരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ അവളെ കണ്ടിട്ടും കാണാത്ത പോലെ വരുന്നുണ്ട്. പിന്നെ നോർമൽ ആയിട്ട് തന്നെ ജോജിയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട്. കാരണം അവളെ ആവശ്യമായത് കൊണ്ട് തന്നെ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അങ്ങനെ അച്ഛൻ മരിക്കുന്നുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം ജോജിക്ക് ഫുൾ അധികാരം വരികയാണ്, പവർ വരുത്തുകയാണ് അവൻ ചെയ്യുന്നത്. നോർമലി അച്ഛൻ പോയിട്ടുണ്ടെങ്കിലും പിന്നെ അവിടെ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ ആങ്ങളമാരുണ്ട്, ജെയ്സനും ഉണ്ട്, ജോമോനും വരുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇവർക്കും ഇതിന്റെ കുറച്ച് പവർ അതല്ലാന്നുണ്ടെങ്കിൽ സ്വത്തൊക്കെ അവർക്കാണ് പോവുക. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റിൽ കുറെ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. അപ്പൊ അച്ഛന്റെ 40ന്റെ ടൈമിൽ ചടങ്ങ് നടത്താൻ വരുന്ന പള്ളിയിൽ അച്ഛനോട് റൂഡായിട്ട് മൂത്ത മകനായിട്ടുള്ള ജോമോൻ ബിഹേവ് ചെയ്യുന്നുണ്ട്. ജെയ്സനെ കൊണ്ട് വലിയ പ്രശ്നമില്ല, കാരണം ജെയ്സൺ ഒരു സൈലന്റ് ആയിട്ടുള്ള എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ജെയ്സനെ ജോർജി ടാർഗറ്റ് ചെയ്യുന്നില്ല. ജോമോനെയാണ് ജോർജി ടാർഗറ്റ് ചെയ്യുന്നത്, മൂത്ത ഏട്ടനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ആ ഒരു ഇഷ്യൂ ആൾക്കാരെ കൊണ്ട് ആളുടെ ബിഹേവിയർ അതല്ലാന്നുണ്ടെങ്കിൽ ജോമോൻ നല്ല ആളല്ല എന്നുള്ളത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടെ ഒരു സിറ്റുവേഷൻ വരുത്തുന്നുണ്ട് ജോജി. അപ്പൊ അവിടെ ഓൾറെഡി അവിടുത്തെ പള്ളിയിലച്ഛനും ഈ ജോമോനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവും. അത് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തർക്കം ഉണ്ടായതിന് അവിടെ വീണ്ടും ഈ 40ന്റെ അച്ഛന്റെ 40ന് വരുന്ന ടൈമിൽ ഈ ജോമോനും ഈ പള്ളിയിലെ അച്ഛനും കൂടെ വികാരം തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ജോജിയും കൂടെ ഇടപെട്ടിട്ട് അത് ഒന്നുകൂടെ വൾഗറാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ ഇവര് ഫുൾ പവർ, അതുവരെ സൈലന്റ് ആയിരുന്ന ജോജിക്ക് അവിടെ പവർ വരാൻ തുടങ്ങിയാണ്. പവർ വരിക മീൻസ് ജോജി എങ്ങനെയാണ് സ്വത്ത് ഡിവൈഡ് ചെയ്യേണ്ടത്, ഇപ്പൊ ആ ക്യാഷ് അച്ഛന്റെ പേരിലുള്ള ക്യാഷ് ഇപ്പൊ തന്നെ എടുക്കാൻ പറ്റില്ല, അതുവരെ ഇവിടുത്തെ ഫാമിലിയുടെ കാര്യങ്ങൾ റൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോ ജോജി അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, കുതിരനെ വിറ്റിട്ടുള്ള ഒരു 3 ലക്ഷം എന്റെ കയ്യിലുണ്ട്, സോ അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് സാവകാശം ഇത് ഒക്കെ ശരിയായതിന്റെ ശേഷം അപ്പൻ്റെ നമുക്ക് ഇതാക്കിയിട്ട് എടുക്കാം. പിന്നെ പറമ്പ് ഏറ്റെടുത്തോ, ഈ വീട് എന്റേതാണ്, വീട് എനിക്ക് വേണം, എന്നാലും നിങ്ങൾക്ക് വന്ന് നിൽക്കാലോ, അങ്ങനെ കുറെ ഡിസ്കഷനിൽ അതുവരെ സൈലന്റ് ആയിട്ട് ഏറ്റവും താഴെയുള്ള ഒരു ആങ്ങളഭാര്യ അപ്പന്റെ ഒക്കെ അണ്ടറിൽ നിന്നിരുന്ന ആള് പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചേഞ്ച് ആളുടെ അടുത്ത് വരുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇതിന്റെ സ്വത്ത് ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാഷ് ഇതാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് ഒരു അധികാരം ആള് വാങ്ങിച്ചെടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സംസാരിച്ച് നേടുന്ന ഒരു കാര്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ പിന്നീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിടിക്കപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ജോമോൻ അറിയാൻ തുടങ്ങി, അല്ലെങ്കിൽ ആൾക്ക് ഡൗട്ട് വരാൻ തുടങ്ങി എന്ന് മനസ്സിലായ ഒരു സിറ്റുവേഷനിൽ ജോജി ആ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ജോമോനെയും കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പശ്ചാത്തലം, അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. സിനിമാറ്റോഗ്രഫി അല്ലാന്നുണ്ടെങ്കിൽ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയ ഒരു റബ്ബറിന്റെ തോട്ടം, അതല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിളിന്റെ തോട്ടങ്ങളാണ്. അപ്പൊ ഇതൊരു ഐ തിങ്ക് പൈനാപ്പിളിന്റെ തോട്ടത്തിലാ തോണ്ട് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ജോജി ജോമോനെ കൊല്ലുന്നത്.
ഓക്കെ, അപ്പൊ ഇത് എന്തിനാ കൊന്ന് അങ്ങനത്തെ കുറച്ച് ടോക്ക് വരുമ്പോ അവിടെ ജോജി പറയുന്നുണ്ട്, ഞാനല്ല, എല്ലാത്തിനും കാരണം സൊസൈറ്റി ആണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കാരണം എല്ലാ കുറ്റങ്ങളും ജോജി അവിടെ ഇതാക്കുന്നത് സൊസൈറ്റിയുടെ തലയിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സൊസൈറ്റിയുടെ പേര് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജോജി ഫൈറ്റ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായിട്ടും സൊസൈറ്റിയാണ് അതിന്റെ വിക്ടിം എന്നുള്ളത്. ഒരു അവകാശം കൊടുക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്കൊന്ന് ഡീപ്പായിട്ട് അതിനൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാം അവിടെ ഒരു തരത്തിലുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലായ്ക ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജോജിക്കാണെങ്കിലും മറ്റുള്ള മക്കൾക്കാണെങ്കിലും അവിടുന്ന് പോണം, ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അപ്പന്റെ അണ്ടറിൽ നിന്ന് പോണം എന്നുണ്ടെങ്കിൽ അവർക്ക് പോവായിരുന്നു. അപ്പനൊന്നും പറയില്ല, അവരെ തടയൂല. പക്ഷെ എന്താന്ന് വെച്ചാൽ അവർ അവിടെ സേഫ് ആണ്, ഒരു സേഫ് ആൻഡ് കംഫർട്ട് സോണിലാണ് അവർ ഓൾറെഡി നിൽക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് പോവാനും പറ്റില്ല. ദെൻ അപ്പൻ ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു കാശിനോടുള്ള ആർത്തി അല്ലെങ്കിൽ അതിന്റെ ഒരു പവറും കൂടെ കിട്ടിയിട്ട് അവിടെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹം അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ സ്വാർത്ഥ അധികാരം, സ്വന്തമായിട്ടുള്ള അങ്ങനത്തെ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സൊസൈറ്റീനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ജോജി അറ്റ് ലാസ്റ്റ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിലും സൊസൈറ്റിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെയായിട്ട് പിന്നെ അവിടെ ജോമോനായിട്ട് അവിടെ വരുന്നത് ബാബുരാജാണ്. ജോമോനെ കൊല്ലുമ്പോഴും അവർക്ക് ബാക്കിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ജോജി. അപ്പൊ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് പല ഭാഗത്തും വയറുമ്മലും ഒക്കെ വെടിവെക്കാനുള്ള ഒരു ചാൻസ് അവിടെ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടെ കൈ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ജോമോനെ ജോജി കൊല്ലുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമെന്ന് അത് കാണുമ്പോ നമുക്ക് കണ്ടത് വെച്ച് നമുക്ക് പറയാൻ പറ്റിയ ഒരു പോസിബിലിറ്റി ആണ്. നമുക്ക് പുറത്തുനിന്ന് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വെടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെല്ലറ്റ് തൊഴിലിന് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പുറത്തുനിന്നുള്ള ഒരാൾ ചെയ്തതാണ് എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കും. ദെൻ പിന്നീട് രണ്ടാമത് വെടിവെക്കുന്നത് ബാക്കിൽ നിന്നാണ് വെടിവെക്കുന്നത്. നമ്മുടെ ഈ ഒരു പെരടിയുടെ ഭാഗത്തായിട്ടാണ് രണ്ടാമത് വെടിവെക്കുന്നത്. കാരണം ഈ ഒരു ഭാഗത്ത് വെടി വെച്ചിട്ടുണ്ടെങ്കിൽ പെല്ലറ്റ് തെറിച്ചു പോവും, അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു മരണം അവിടെ ഉണ്ടാവില്ല. ദെൻ അപ്പോഴും ബാബുരാജ് അല്ലെങ്കിൽ ജോമോനും മരിച്ചിട്ടില്ല. കുറച്ച് ദൂരെ പോയിട്ട് പന്നിപ്പടക്കം എറിഞ്ഞിട്ടാണ് പിന്നെ ജോമോനെ കൊല്ലുന്നത്. കാരണം ഒരു സ്വാഭാവിക മരണം അതല്ലാന്നുണ്ടെങ്കിൽ ശത്രുക്കൾ ചെയ്തത്, പുറത്തുനിന്നുള്ള ഒരാൾ ചെയ്തതാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ കൊന്നിട്ട് വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് പിന്നീട് അവിടെ നമുക്ക് കാണാൻ പറ്റിയ ജോജി സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. സൂയിസൈഡ് ചെയ്യല്ല, അതിനുള്ള ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. കാരണം ജോജി ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന ടൈമിൽ പോലീസ് വണ്ടി വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ ആ പോലീസ് വണ്ടി വരുന്നത് കാണുമ്പോഴാണ് ജോജി അവിടെ സ്വന്തമായിട്ട് വെടി വെച്ചിട്ട് മരിക്കുന്നത്. അപ്പോഴും ജോജി അവിടെ സെർച്ച് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ എന്താണ് വീക്കസ്റ്റ് പാർട്ട് ഓഫ് യുവർ സ്കൾ എന്നുള്ളതാണ്. സ്കളിലെ ഏറ്റവും വീക്കസ്റ്റ് പാർട്ട് ആയിട്ടുള്ള ഭാഗമാണ് അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പിന്നീട് ലാസ്റ്റ് പാർട്ടിൽ കാണാൻ പറ്റും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോജി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഓക്കെ ഇപ്പൊ പറയാം വീക്കസ്റ്റ് പാർട്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നോക്കിയതിൽ ഇതിൽ ഈ ഒരു പാർട്ടായിട്ടാണ് സ്കളിലെ വീക്കസ്റ്റ് പാർട്ട് കണ്ടത്. അപ്പൊ ആർക്കെങ്കിലും കൂടുതലായിട്ട് സെർച്ച് ചെയ്തിട്ട് വേറെ കിട്ടുകയാണെങ്കിൽ തിരുത്താട്ടോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ആ ഒരു പാർട്ടാണ് കണ്ടത്. പക്ഷെ ഈ ഒരു ഭാഗമാണെങ്കിൽ പോലും നമുക്ക് പിന്നീട് ലാസ്റ്റ് ഭാഗത്ത് സിനിമയുടെ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ ജോജി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഇവിടുന്ന് മൊത്തമായിട്ട് ബാൻഡേജ് ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു പിക്ചറാണ് നമുക്ക് ലാസ്റ്റിലേക്ക് കാണുന്നത്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ആത്മഹത്യ ചെയ്തതായിട്ട് വരുത്തി തീർക്കുകയും വേണം, എന്നാൽ മരിക്കാനും പാടില്ല എന്നുള്ള ഒരു ഇതിലാണ് സിനാരിയോയിലാണ് അങ്ങനത്തെ ഒരു സൂയിസൈഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും പോലീസ് വണ്ടി വരുന്നുണ്ട്. ഇപ്പൊ താൻ അവിടെ വെടി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവര് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, താൻ രക്ഷപ്പെടും എന്നുള്ളത് ജോജിക്ക് അറിയാം. ദെൻ അത് മാത്രല്ല ഇപ്പൊ ഏട്ടന്റെ മരണത്തിൽ തന്നെ സംശയിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ സാഹചര്യ തെളിവ് മൂലം സംശയിച്ചാൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് മാത്രല്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹതാപം അല്ലാതും ആൾക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജോജി അങ്ങനത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ എന്താണെങ്കിലും ഇപ്പൊ ആ ഒരു ബാരിയർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ജോമോൻ അവിടുന്ന് പോവുകയും ചെയ്തു. താൻ ഇനി ഓക്കെ ആയിട്ട് വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യും.
അങ്ങനെ അപ്പോഴും അങ്ങനെ കിടക്കുമ്പോഴും അവര് പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കിടക്കുമ്പോ ചോദിക്കുന്നുണ്ട്, വേറെ എവിടെ അനക്കാൻ പറ്റില്ല, ഓൺലി കണ്ണിന്റെ ഒരു മൂവ്മെന്റ് മാത്രമാണ് ഉള്ളത്. അപ്പൊ പറയുന്നത് താനാ കൊന്നത് എന്നുണ്ടെങ്കിൽ കണ്ണ് അടച്ചു കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോഴും ജോജി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് ഒന്നുകൂടെ വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ താനാണ് അത് ചെയ്തത് എന്നുള്ളത് സമ്മതിക്കാൻ വേണ്ടിയിട്ട് ജോജി തയ്യാറാവുന്നില്ല. ഇതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഷോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് മാക്ബത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ തന്റെ അത്യാഗ്രഹം മൂലം അപ്പനെ കൊന്ന് സ്വന്തം ജ്യേഷ്ഠനെ കൊന്ന ഒരു വ്യക്തിയാണ് ജോജി എന്ന് പറയുന്നത്. ഇപ്പൊ മാക്ബത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും ഇതേ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ മാക്ബത്ത് സ്കോട്ട്ലാൻഡ് കിങ് ആയിരിക്കും. ആരാണ്? ഡങ്കനാണ് സ്കോട്ട്ലാൻഡിന്റെ കിങ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഈ ഡങ്കന്റെ ജനറൽസ് ആയിട്ടാണ് മാക്ബത്തും അതുപോലെ തന്നെ ബാങ്കോ എന്ന് പറയുന്ന 2 ജനറൽസ് ഉണ്ടാകും. ഓക്കെ, ഇവർ രണ്ടാളും ഒരു ദിവസം വരുന്ന വഴിക്കാണ് ഒരു വിച്ചസിനെ കാണുന്നതും വിച്ചസ് ഒരു പ്രൊഫസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാക്ബത്തിനോട് പറയുകയും ചെയ്യും. അതിൽ 3 പ്രൊഫസി ഉണ്ടാവും. ഫസ്റ്റത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനറൽ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് ആർക്ക് മാക്ബത്തിന് പ്രൊമോഷൻ ഉണ്ടാവും, മാക്ബത്ത് സ്കോട്ട്ലാൻഡിന്റെ കിങ് ആവും. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ബട്ട് അവിടെ റൂളറായിട്ട് അല്ലെങ്കിൽ അവിടെ ഭരണം നടത്ത മാക്ബത്ത് ആയിരിക്കില്ല, ഈ ഒരു കമ്പാനിയൻ മാക്ബത്തിന്റെ കമ്പാനിയൻ ആയിട്ടുള്ള ബാങ്കോടെ ഒരു പരമ്പരയിൽ പെട്ട ആരെങ്കിലും ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അത് കേട്ടിട്ട് വന്നതിന് ശേഷം കേട്ട് തിരിച്ച് കാസ്റ്റലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് മാക്ബത്ത് എന്താണ് തനിക്ക് അവിടുന്ന് ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും, ഈ ഒരു ജനറൽ എന്നുള്ളതിൽ നിന്ന് അടുത്ത കാറ്റഗറിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ മാക്ബത്ത് ആലോചിക്കും, ശരിയാണല്ലോ, അപ്പൊ ആ വിച്ചസ് പറഞ്ഞത് കറക്റ്റ് ആണ് എന്നുള്ളത് ആലോചിച്ചിട്ട് അവിടെ ലേഡി മാക്ബത്തിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കിങ് ഞാന് ഇതിന്റെ സ്കോട്ട്ലാൻഡിന്റെ കിങ് ആവും എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഭയങ്കര അംബീഷ്യസ് ആണ് ലേഡി മാക്ബത്ത്. ആ ലേഡി മാക്ബത്ത് ഈ ഒരു മാക്ബത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഒരു കിങ്ങിന്റെ വൈഫായിട്ട് ജീവിക്കണം, എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. അതുവരെ മാക്ബത്തിന്റെ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സാധുവായിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കാത്ത ആൾക്കാരൊക്കെ ആ ഒരു കൈൻഡ്നെസ്സോട് കൂടിയിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മാക്ബത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ലേഡി മാക്ബത്തിന്റെ ഒരു ഇത് കാരണം, അംബീഷ്യസ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അത്യാഗ്രഹം കാരണമാണ് പിന്നീട് പ്ലാൻ ചെയ്തിട്ട് സ്കോട്ട്ലാൻഡ് കിങ് ആയിട്ടുള്ള ഡങ്കനെ ലേഡി മാക്ബത്തും കൂടിയിട്ട് കൊല്ലുന്നത്. അപ്പൊ ഇവിടെ ഇതേ ഒരു ക്യാരക്ടറാണ് നമുക്ക് ഇതിലെ ജോജിയിലെ ബിൻസിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. തനിക്ക് ഡയറക്ട്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും താൻ അത് തന്റെ ഇവിടെ ഇപ്പൊ ലേഡി മാക്ബത്ത് ഹസ്ബൻഡിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിലൂടെ ജോജിയിലൂടെയാണ് ഇവിടെ ബിൻസി ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു ലേഡി മാക്ബത്തിന്റെ റെഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടിയിട്ട് ആ സ്കോട്ട്ലാൻഡിന്റെ കിങ് ആയിട്ടുള്ള ഡങ്കനെ കൊല്ലുകയാണ് മാക്ബത്ത്. അതിനുശേഷം പിന്നീട് ഉണ്ടാവുന്നത് ഓക്കെ, ഈ പിന്നീട് ആ വിച്ചസ് പറഞ്ഞിട്ടുണ്ടാവുക ആ ഒരു ഇത് എന്താണ് കമ്പാനിയൻ ആയിട്ടുള്ള ബാങ്കോടെ ആരെങ്കിലും ആയിരിക്കും പിന്നീട് അവിടെ റൂളറായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പേടിയോണ്ട് തന്നെ അതിലുള്ള പേടിയോണ്ട് പിന്നെ ആ ബാങ്കോനി ആര് കൊല്ലുന്നുണ്ട്? ഓക്കെ, ഈ മാക്ബത്ത് കൊല്ലുന്നുണ്ട്. അപ്പൊ അതേ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് ഇവിടെയും കാണുന്നുണ്ട്, സ്വന്തം അപ്പനെ കൊന്ന് ജ്യേഷ്ഠനെ കൊന്ന്. സോ ഇതാണ് ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടിലും സെയിം ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് കാണാൻ പറ്റുന്നത്. അധികാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം ആയിട്ടുള്ള അല്ലെങ്കിൽ അതുവരെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരെ പോലും കൊല്ലുന്ന ഒരു പ്രവണത നമുക്ക് ഈ രണ്ടിലും കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് ലേഡി മാക്ബത്ത് ഒരു എന്താണ് തനിക്ക് എത്ര കൈ കഴുകിയാലും ആ ഒരു ബ്ലഡിന്റെ മണം എത്ര അതില് പറയുന്നുണ്ട്, എത്ര അറേബ്യൻ പെർഫ്യൂം വെച്ച് കഴുകിയിട്ടുണ്ടെങ്കിലും ആ ഒരു സ്മെല്ല് ബ്ലഡിന്റെ ഒരു സ്മെല്ല് കൈമെന്ന് പോകുന്നില്ല. ആൾക്ക് ഭയങ്കരമായിട്ട് മെന്റലി അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ട് ലേഡി മാക്ബത്ത് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒപ്പം തന്നെ പിന്നീട് ഒരു വാറിലൂടെ മാക്ബത്ത് മരണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിൽ മാക്ബത്ത് എന്ന് പറയുന്ന ഇതിൽ ഡ്രാമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഷേക്സ്പിയറിന്റെ ഒരു ട്രാജിക് ഹീറോ ആണ്. അറ്റ് ദി സെയിം ടൈം ഇതിൽ ജോജിയിലെ ട്രാജിക് ഹീറോ ആയിട്ട് വരുന്നതാണ് ജോജി എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, ദെൻ നമുക്ക് ഒരിക്കലും ഒരു ജോജിനെ നമുക്കൊരു ആന്റി ഹീറോ എന്നുള്ള കാറ്റഗറിയിൽ ഒരു ഹീറോ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ആന്റി ഹീറോ ആയിട്ടാണ് നമുക്ക് ജോജിനെ ഇവിടെ കാണാൻ പറ്റുക.
നമുക്ക് ഈ സിനിമയുടെ ഒരു സിനിമാറ്റോഗ്രഫി ആൻഡ് BGMലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സിനിമാറ്റോഗ്രഫി പറഞ്ഞ പോലെ തന്നെ ഒരു റൂറൽ ഏരിയ, പൈനാപ്പിൾ തോട്ടങ്ങൾ, അതുപോലെ തന്നെ റബ്ബർ കാടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു നാടൻ പ്രദേശമായിട്ടാണ് കാണാൻ പറ്റുക. BGM നോക്കുകയാണെങ്കിൽ സാധാരണ മലയാള സിനിമയിൽ കാണാൻ പറ്റാത്ത, കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള BGM ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ BGMലൂടെ ഒരു സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന BGM ആണ് അറ്റ് എ ടൈം. അതുപോലെ തന്നെയാണ് ഈ മൂവിയും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്യാരക്ടറിന്റെ ആ കഥാപാത്രം എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു BGMലൂടെ കൂടി കൂടുതലായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ബോർ അടിപ്പിക്കാത്ത രീതിക്കുള്ള BGM ആണ്. ഇടയ്ക്ക് നമുക്കൊരു ഡാർക്ക് മ്യൂസിക്, ഇപ്പൊ നോർമലായിട്ട് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു BGM ആണെങ്കിലും അതിലൊരു ഡാർക്ക് മ്യൂസിക് കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിലും ഒരു നോർമലി നമുക്കൊരു ഡ്രാമ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഡ്രാമ ജോണറിൽ പെട്ട സിനിമയാണെങ്കിൽ, ഇപ്പൊ നോർമലി ക്രൈം ഡ്രാമാസ് ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാം. പക്ഷെ ഇതൊരു കുറ്റവാളിയുടെ പോയിന്റ് ഓഫ് വ്യൂ, വിക്ടിമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് നമുക്ക് ഒരു ബോറിങ് അല്ല ഡിസ്റ്റർബൻസ് തോന്നാനുള്ള പല സിറ്റുവേഷനും നമുക്ക് വരാം. ബട്ട് ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കുറച്ച് ഡാർക്ക് കോമഡീസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഡിസ്റ്റർബൻസ് മാറ്റാനോ, അതുപോലെ തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ട് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട്, ഇപ്പൊ ഇതിന്റെ ഒരു സിനിമയുടെ പ്രത്യേകത തന്നെയാണ് അത് തന്നെയാണ്, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ലേറ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. നമുക്ക് ബോറടിക്കുകയോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ ഒരു ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ 1 മണിക്കൂറും 53 മിനിറ്റും ആണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ അത്രയും ടൈം ഒരു ഡ്രാമയാണെങ്കിൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു തരത്തിലുള്ള മേക്കിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയൊക്കെ ഇപ്പോ എനിക്ക് ഈ സിനിമനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാദിയ, വളരെ നന്നായിട്ട് തന്നെ സാദിയ അവതരിപ്പിച്ചു. നെക്സ്റ്റ് ഫീഡ്ബാക്ക് സെക്ഷൻ ആണ്. ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ഷാന ജബിനെ ഞാൻ ക്ഷണിക്കുന്നു. സാദിയ നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. ശരിക്കും ഈ ഫിലിം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവള് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി കേട്ടപ്പോ ഓരോ സീനും ഇങ്ങനെ നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ പിക്ചർ പോലെ തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ സാദിയ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു ഷാന. നെക്സ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഷെനീറിനെ ക്ഷണിക്കുന്നു. ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, ജോജി എന്ന മൂവിയുടെ ആസ്പദമാക്കിക്കൊണ്ട് പറഞ്ഞ റിവ്യൂവിൽ തീർത്തും മാക്ബത്ത് എന്ന നാടകത്തെ കുറിച്ചിട്ടാണ് ജോജി മൂവി ശാംപുഷ്കരന് ഉൾത്തിരിഞ്ഞു വന്നത്. അതിനെ ഏതൊരു രീതി നാടകം കാണുന്നുള്ള രീതി എന്ന് വെച്ചാൽ നമ്മൾക്ക് അതിനെ ഏത് രീതിയിലാണ് നമുക്ക് അതിനെ കൺവേ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് വേറൊരു രീതിയായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ലാസ്റ്റിലെ കണ്ടന്റ് നമുക്ക് കൺവേ ചെയ്യാവുക. അതുകൊണ്ട് തന്നെ അതിനെ ഒരു സിനിമയാക്കുന്നതിലൂടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാവിധ ജനങ്ങൾക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് അതിനെ ഏതൊരു വിധേനയും കാണാൻ പറ്റും. അതായത് നമ്മളുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ തന്നെ നമുക്ക് അതിനെ ആ നാടകത്തിനെയും അതേ ആ നാടകത്തെ ഉൾത്തിരിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ശാംപുഷ്കരന്റെ റൈറ്റിങ്സ്. അതുപോലെ തന്നെ ഷാദിയുടെ വാക്കുകളിലൂടെ നമുക്ക് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഷാദിക്കും ഈ ഒരു മൂവിനെ ആസ്പദമാക്കിക്കൊണ്ട് എടുക്കാൻ സാധിച്ച ബാക്കിയുള്ളവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു ഷെനീർ. അപ്പോൾ ഇന്നത്തെ ലിറ്ററലി ലെൻസിന്റെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു സെക്ഷന് വേണ്ടി ടൈം കണ്ടെത്തിയ എല്ലാവർക്കും നന്ദി. താങ്ക് യു.